Today we will be discussing about Euler's theorem and its proof. Euler's theorem is a generalization of Fermat's theorem. Fermat's theorem നമ്മൾ നേരത്തെ previous videosൽ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. A raised to p minus 1 is congruent to 1 mod n ആയിരുന്നു Fermat's theoremത്തിന്റെ റിസൾട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജനറലൈസ്ഡ് വേർഷൻ ആണ് നമ്മൾ ഇന്ന് പറയുന്ന Euler's theorem. So it states that for every a and n that are relatively prime, a raised to phi of n is congruent to 1 mod n. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് എയും എന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നു ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം അല്ലെങ്കിൽ കോ പ്രൈം എന്ന് പറഞ്ഞാൽ എയുടെയും എന്നിൻ്റെയും ജി സി ഡി 1 ആയിരിക്കും. ദാറ്റ് ഈസ് എയ്ക്കും എന്നും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആണെങ്കിലാണ് നമുക്ക് അതിനെ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയാൻ പറ്റുക. സോ ഫോർ ടു സച്ച് നമ്പേഴ്സ് എ ആൻഡ് എൻ a raised to phi of n is congruent to 1 mod n ആണ് Euler's theorem സ്റ്റേറ്റ് ചെയ്യുന്നത്. ഈ phi of n എന്താണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് equivalent to the Euler's torsion function phi of n and it is defined as the number of positive integers less than n and relatively prime to n. Euler's torsion function വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ട് ഡിഫൈൻഡ് ആണ്. അതിൽ എക്സാമ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. ഹൗ ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് phi of n. Euler's theorem പറയുന്നത് a raised to phi of n is congruent to 1 mod n. ഇതേ തിയറത്തിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഫോം ആണ് a raised to phi of n plus 1 is congruent to a mod n. അപ്പോൾ ഈ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഫോമിന് എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെന്നുള്ള റിക്വയർമെന്റ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ നമ്മൾ റിലാക്സ് ചെയ്യണം. അപ്പോൾ അതിന് മസ്റ്റ് അല്ല ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഫസ്റ്റ് കേസിലാണെങ്കിൽ എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ മാത്രമേ a raised to phi of n is congruent to 1 mod n എന്നുള്ള റിലേഷൻ ട്രൂ ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ഫോം ലെഫ്റ്റിലും റൈറ്റിലും ഓരോ എ കൂടി ആഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ a raised to phi of n plus 1 എന്ന് പറയുമ്പോൾ ആഡഡ് 1 more I added. Right side also 1 more a added, that is a mod n. So now we will go into the proof. Euler's theoremത്തിന്റെ പ്രൂഫ് ഒരു ലെമ്മയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. ലെമ്മ എന്താണ് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലെറ്റ് n greater than 1 and GCD of a n equal to 1. So n is a പോസിറ്റീവ് നമ്പർ. അതുപോലെ a എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു such that GCD of a and n equal to 1. എന്ന് വെച്ചാൽ എയുടെയും എന്നിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഇസ് 1. സോ ഒരു പോസിറ്റീവ് നമ്പർ n പിന്നെ GCD 1 ആവുന്ന രീതിയിൽ we are considering one number a also. Then we are identifying a1, a2, etc. up to a phi of n the integers less than n and relatively prime to n. നമ്മൾ phi of n ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ എന്നും റിലേറ്റീവ്ലി പ്രൈം ടു എന്നും ആയിട്ടുള്ള നമ്പേഴ്സിന്റെ എണ്ണമായിരുന്നു phi of n എന്ന് പറഞ്ഞിരുന്നത്. ഞാൻ നമ്പേഴ്സ് ഏതൊക്കെയാണോ അതിനെയാണ് നമ്മൾ a1, a2, etc. up to a phi of n ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പോസിറ്റീവ് നമ്പറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനോട് GCD 1 ആയിട്ടുള്ള വേറൊരു നമ്പർ a നമ്മൾ ചൂസ് ചെയ്യും. നെക്സ്റ്റ് വി ആർ ഐഡന്റിഫൈങ് സം നമ്പേഴ്സ് a1, a2, etc. up to a phi of n. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? phi of n കണ്ടുപിടിക്കണം. സോ phi of n കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സീരീസിൽ എത്ര നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ phi of n 2 എന്നാണ് കിട്ടുന്നതെങ്കിൽ a1, a2 എന്നുള്ള രണ്ട് നമ്പേഴ്സ് ആയിരിക്കും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ആ നമ്പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ n ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു n. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു പുതിയ സീരീസ് ജനറേറ്റ് ചെയ്യണം. ഫെർമാറ്റ്സ് തിയറത്തിന്റെ പ്രൂഫിൽ പറഞ്ഞ പോലെ തന്നെ a into a1, a into a2, etc. up to a into a phi of n നമ്മളൊരു സീരീസ് ജനറേറ്റ് ചെയ്യണം. ഇപ്പോൾ a1, a2 നമുക്ക് കിട്ടി. a1, a2, etc. up to a phi of n എന്ന സീരീസ് നമ്മുടെ കയ്യിൽ കിട്ടി. a എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി a into a1, a into a2, അതുപോലെ a into a3, etc. up to a into a phi of n എന്നുള്ള സീരീസ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. നമ്മൾ അവിടെ ഫോളോ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ we are finding മോഡുലോ n. മോഡ് n ചെയ്യുമ്പോൾ we will get the remainders in the order a1, a2, etc. up to a phi of n in some order or other. അപ്പോൾ ഈ ഒരു ലെമ്മയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൂഫ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ ലെമ്മ നമുക്കിപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി we will see an example. That is let n equal to 4 and a equal to 3. GCD of a എന്താണ്? GCD of 3, 4. 3 4ന്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ is 1. Next we are calculating the value of phi of n. അപ്പോൾ ഇതിൽ എത്ര നമ്പേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത് അറിയാമെന്നുണ്ടെങ്കിൽ ആദ്യം phi of n ഇവാലുവേറ്റ് ചെയ്യണം. So we are calculating phi of n, that is phi of 4.
ഫൈവ് ഓഫ് ഫോറിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഫൈവ് ഓഫ് ടു റേസ് ടു 2 എന്ന് എഴുതാം. അപ്പോൾ ഫൈവ് ഓഫ് പി റേസ് ടു കെ ഫോമിലാണ് ഈ തമ്മിൽ റിലേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ പി ഇത് കെ. നമ്മൾ എങ്ങനെയാണ് അതിന്റെ റൂളേഴ്സ് ഡിവിഷൻ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്? യൂസിങ് ദ ഇക്വേഷൻ p raised to k into 1 minus 1 by p. So 2 raised to 2 into 1 minus 1 by 2. So 2 raised to 2 എന്ന് പറയുമ്പോൾ 4 into 1 by 2, that is equal to 2. അപ്പോൾ ഫൈവ് ഓഫ് എന്നിന്റെ വാല്യൂ നമുക്കിപ്പോൾ 2 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ 4നേക്കാൾ ലെസ് ആയിട്ടുള്ളതും അതിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ആണുള്ളത്. ഞാൻ രണ്ട് നമ്പേഴ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത്, A1 and A2, and they are equivalent to 1 and 3. 1 മുതൽ 3 വരെയുള്ള നമ്പേഴ്സിനെ നമുക്ക് ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ഫൈവ് ഓഫ് എൻ കൺസിഡർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ലെസ് ദാൻ 4 ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു 4. അപ്പോൾ 1, 2, 3 കൺസിഡർ ചെയ്തു. ഈ 1ഉം 4ഉം എടുക്കുമ്പോൾ GCD 1 ആണ്. സോ അതിനെ നമ്മൾ ഫസ്റ്റ് നമ്പറായിട്ട് ആഡ് ചെയ്യും. അതുപോലെ 2, 4 എടുക്കുമ്പോൾ GCD 1 അല്ല, അതുകൊണ്ട് 2നെ നമ്മൾ ഒഴിവാക്കി. നെക്സ്റ്റ് 3, 4 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ GCD is 1. സോ GCD 3യെ നമ്മൾ തേർഡ് നമ്പർ A2 ആയിട്ട് ആഡ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ n ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു n. അപ്പോൾ A1, A2 നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് ദ സീരീസ് A into A1, A into A2, etc. up to A into A5 of n ആണ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് A1, A2 ഇവിടെയുണ്ട്, A നമ്മൾ ചൂസ് ചെയ്ത് 3 ഇവിടെയുണ്ട്. ഇനി നെക്സ്റ്റ് ജനറേറ്റ് ചെയ്യേണ്ടത് A into A1 and A into A2. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും നമ്മൾ ജനറേറ്റ് ചെയ്യും. ഫസ്റ്റ് A is 3, 3 into A1 is 1, that is 3 into 1 equal to 3. അതുപോലെ നെക്സ്റ്റ് A into A2, and A equal to 3 and A2 equal to 3. So 3 into 3 is 9. അപ്പോൾ A into A1, A into A2, etc. up to A into 5 of n നമ്മൾ ജനറേറ്റ് ചെയ്തു. Then we are calculating modulo n. So 3 mod n and 9 mod n. n-ന്റെ വാല്യൂ ഇവിടെ എത്രയാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്? 4 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. So 3 mod 4 is 3 itself. 9 mod 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 into 2, 8 കഴിഞ്ഞ് റിമൈൻഡർ is 1. So നമുക്ക് കിട്ടിയ വാല്യൂസ് എന്തൊക്കെ തന്നെയാണ്? ഈ A1ഉം A2ഉം തന്നെയാണ് ആ റിലേഷൻ മോഡുലോ n ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിമൈൻഡേഴ്സ്. സോ വി ഗോട്ട് ദ വാല്യൂസ് ആസ് A1, A2, etc. to A5 of n in some order for other. ഇനി ഈ ഒരു റിലേഷൻ നമുക്ക് കോൺഗ്രുവൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്താ കാണുന്നത്? നമ്മൾ ജനറേറ്റ് ചെയ്ത ആ സീരീസ്, അതിന്റെ എലിമെന്റ്സിന്റെ പ്രോഡക്റ്റ് A into A1, A into A2, etc. up to A into A5 of n. ആ ടേംസിൽ എല്ലാത്തിന്റെയും പ്രോഡക്റ്റ് ആണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു A1 into A2 into etc. up to A5 of n mod n. ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സീരീസിലെ എലിമെന്റ്സിനെ നമ്മൾ മോഡ് n ചെയ്ത് കഴിഞ്ഞാൽ we will get the remainders A1, A2, etc. up to A5 of n. That is the meaning. അപ്പോൾ A into A1 നമ്മൾ മോഡ് n ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും എലിമെന്റ് ആയിരിക്കും കിട്ടുക. അതുപോലെ A into A2 ചെയ്ത് കഴിഞ്ഞാലും ഇതിലുള്ള ഏതെങ്കിലും എലിമെന്റ് ആയിരിക്കും കിട്ടുക, ഇൻ സം ഓർഡർ അല്ലെങ്കിൽ അതർ. ഇനി ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള എലിമെന്റ്സിനെ പുറത്തേക്ക് എടുക്കാം. A നമുക്ക് എല്ലാ സീരീസ് എല്ലാ ടേമിലും ഉണ്ട്. A ഒക്കെ എത്ര പ്രാവശ്യം വരും? 5n ടൈംസ് വരും. സോ A raised to 5 of n കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം, ഇൻറ്റു A1 into A2 into etc. up to A5 of n. That is congruent. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ചേഞ്ചും ഇല്ല. A1 into A2 into etc. up to A5 of n മോഡൽ. ഇനി ഈ ടേംസ് രണ്ടും ഐഡന്റിക്കൽ ടേംസ് ആണല്ലോ. A1 into A2 into etc. up to A5 of n is identical. ലെഫ്റ്റ് സൈഡിലുണ്ട് റൈറ്റ് സൈഡിലുണ്ട്. Those two terms cancel and the result is A raised to 5 of n is congruent to 1 mod n. So this is Euler's theorem. So the Euler's theorem is based on the lemma. ആ ലെമ്മ പറയുന്നത് എന്താണ്? നമ്മൾ n എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് നമ്പർ കൺസിഡർ ചെയ്തു, പിന്നെ അതിനോട് GCD 1 വരുന്ന ഒരു A കൂടി ചൂസ് ചെയ്യുന്നു. Then we are identifying the numbers A1, A2, etc. up to A5 of n. Then generating the series A into A1, A into A2, etc. up to A into A5 of n, taking modulo n, and we will get the remainders A1 into A2 into etc. up to A5 of n in some order or other. ഇനി ഈ റിലേഷൻ നമ്മൾ കോൺഗ്രുവൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ we will get the result. That's all of Euler's theorem. Euler's theoremത്തിന്റെ പ്രൂഫ് ആണ് നമ്മൾ പറഞ്ഞത്. ലെമ്മ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൂഫ് ഈസ് ക്ലിയർലി done.